السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العلي العظيم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലും നാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ദോഷങ്ങളൊക്കെ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. തഖ്വയോടെ നമ്മുടെ ശിഷ്ട ജീവിതം കഴിച്ചു കൂട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകിയവരെ പാരത്രിക ജീവിതം ധന്യമാക്കി കൊടുക്കട്ടെ. ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും നമ്മുടെയും ബന്ധുക്കളുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളും ചരിത്രങ്ങളൊക്കെ അനുസ്മരിക്കപ്പെടുന്ന പറയപ്പെടുന്ന മുഹൂർത്തങ്ങളിലൂടെയായിരുന്നു ഈ മാസം കടന്നുപോയത്. റബീഉൽ അവ്വൽ വിട പറയുകയാണ്. അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ആരാധനാകർമ്മങ്ങൾക്ക് പ്രത്യേകതകളൊന്നുമില്ലെങ്കിലും നബിയോർമ്മകളെ കൊണ്ട് വിശിഷ്ടമായ സവിശേഷമായ മാസമാണ് റബീഉൽ അവ്വൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നടന്നത് ഈ മാസമായതുകൊണ്ട് തന്നെ അവിടുത്തെ സുന്നത്തുകൾ പ്രചരിപ്പിക്കാനും നബി തങ്ങളുടെ സുന്ദരമായ ദർശനങ്ങൾ ലോകത്തെ പഠിപ്പിക്കാനും ഒക്കെ വിശ്വാസികൾ പ്രത്യേകം ഒരു ജാഗ്രത റബീഉൽ അവ്വലിൽ പുലർത്താറുണ്ട്. ഒരു കൊല്ലം 365 ദിവസവും വിശ്വാസിക്ക് നബി തങ്ങളുടെ മദ്ഹ് പറയേണ്ട അവസരങ്ങൾ തന്നെയാണ്. പക്ഷേ റബീഉൽ അവ്വൽ വരുമ്പോൾ പ്രത്യേക ഒരു ഓർമ്മ ഉണ്ടാകലൊക്കെ സ്വാഭാവികവും മനുഷ്യന്റെ പ്രകൃതിയുമാണ്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നബി തങ്ങളെ വേദനിപ്പിക്കലാണ്. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലദീന യഉദൂന അല്ലാഹ വറസൂല, അല്ലാഹുവിനെയും നബിതങ്ങളെയും എടങ്ങേറാക്കുന്ന ആൾക്കാര്, നബിതങ്ങളെ വേദനിപ്പിക്കുന്ന ആൾക്കാര്, ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, അല്ലാഹു അവരെ ദുനിയാവിലും ശപിച്ചു ആഖിറത്തിലും ശപിച്ചിരിക്കുന്നു. വഅദ്ദ ലഹും അദാബൻ മുഹീനാ, വളരെ നിന്ദ്യമായ വേദനാജനകമായ ശിക്ഷകൾ അല്ലാഹു അവർക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആർക്ക്? നബിതങ്ങളെ എടങ്ങേറാക്കിയ ആൾക്കാര്. നമ്മുടെ സുന്നത്തുകൾ, നബിതങ്ങളെ സുന്നത്തുകളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുമ്പോൾ മദീന കരയുകയാണ്. അത് നബിതങ്ങളെ സുന്നത്തിനെ തിരസ്കരിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് നബിതങ്ങളെ വേദനിപ്പിക്കലും എടങ്ങേറാക്കലുമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകൾ അത് നിസ്കാരം, ദിക്ർ, സ്വലാത്ത്, നോമ്പ് മാത്രമല്ല, നമ്മുടെ ജീവിതം തന്നെ അവിടുത്തെ ചര്യകളായി മാറണം. അവിടുത്തെ ചര്യകൾ എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെയാണ്. എ ടു സെഡ് നമ്മുടെ ഹറക്കാത്ത്, സക്കനാത്തുകൾ, നമ്മുടെ ചരണങ്ങളും നിശ്ചരണങ്ങളും എല്ലാം തന്നെ ഹബീബിന്റെ പൊരുത്തത്തിലാക്കാൻ, അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കാൻ നമുക്ക് കഴിയണം. അത് സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമില്ലാത്തൊന്നുമില്ലല്ലോ. ലോകത്ത് വേറെ ഒരു നേതാക്കൾക്കും ഒരു മതസ്ഥർക്കും അവകാശപ്പെടാൻ പറ്റാത്ത ചര്യകൾ നബിതങ്ങളുടേത് ലോകത്തുണ്ട്. പ്രവാചകനെ പറ്റി, നബിതങ്ങളെ പറ്റിയിട്ട് അതൊരു മിത്തായിരുന്നു എന്ന് ലോകത്ത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല.
ഭരണഘടനാ ശില്പിയായ നമ്മുടെ ഭരണഘടന എഴുതിയ അംബേദ്കർ പോലും പറഞ്ഞത് യേശു പ്രതിക്കൂട്ടിൽ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. രാമനും കൃഷ്ണനും പ്രതിക്കൂട്ടിൽ എന്ന പുസ്തകം അവർ ജീവിച്ചിരുന്നോ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി. അതായത് ഈസാ നബി എന്നൊരു മനുഷ്യൻ ഉണ്ടായിട്ടുണ്ടോ എന്നിവരെ ചരിത്രത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു എന്നർത്ഥം. ശ്രീകൃഷ്ണൻ രാമനും അതെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടു. എന്നാൽ നബിതങ്ങൾ എന്നൊരു വ്യക്തിത്വം ലോകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചരിത്ര ലോകത്തില്ല. അത്രമേൽ ലോകത്തിന് വസ്തുനിഷ്ഠമായി നബിതങ്ങളുടെ ചരിത്രങ്ങൾ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരു മിത്തായിരുന്നുവെന്നോ കേവലം ജൽപ്പനമാണെന്നോ ലോകത്താരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല, എഴുതിയിട്ടുമില്ല. ലോകത്ത് ഏറ്റവും അധികം പേരുള്ളത് മുഹമ്മദ് എന്നാണ്. അത് ഇന്ന് വരെ ലോകത്ത് ആ റെക്കോർഡ് ഭേദിക്കാൻ ലോകത്തൊരാൾക്കും സാധിച്ചിട്ടില്ല. ലോകത്ത് സർവേ നടന്നു. കൃഷ്ണൻ, രാമൻ ഇതൊക്കെ പേരുണ്ടാവും പല ആളുകൾക്ക്. മുഹമ്മദ് മുസ്ലിമീങ്ങൾക്ക് പേരുണ്ട്, മത്തായി പേരുണ്ട്, ജോയ് പേരുണ്ട്, യോഹന്നാൻ പേരുണ്ട്, ജീസസ് പേരുണ്ട്. പക്ഷെ ലോകത്ത് ഇന്ന് വരെ മറികടക്കാത്തത്, ലോകത്ത് ഏറ്റവും കൂടുതൽ പേരുള്ളത് മുഹമ്മദ് എന്ന പേരാണ്. വത്തിക്കാൻ കഴിഞ്ഞാൽ ലോകത്ത് കാത്തലിക് ക്രിസ്ത്യാനികൾ ഏറ്റവും ഉള്ളത് കേരളത്തിലെ കോട്ടയത്തെ പാലയിലാണ്. മത്തായി എന്ന പേരുള്ളവരുടെ പുസ്തകം കേരളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. വത്തിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും അവിടെ. പക്ഷെ എന്നിട്ട് പോലും ജീസസ് എന്ന, യേശു എന്നൊരു പേര്, ജീസസ് എന്നൊരു പേര് വളരെ വിരളമാണ്, വളരെ വളരെ വിരളമാണ്. പക്ഷേ നമ്മുടെയൊക്കെ ഒരു കുട്ടി സ്കൂളിലോ മദ്രസയിലോ പോയിട്ട് മുസ്ലിം കുട്ടികളുടെ പേര് പരിശോധിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ മോഡേൺ പേരുകൾ ഉണ്ടെങ്കിലും തുടക്കത്തിൽ എന്തുണ്ടാവും? ഒരു മുഹമ്മദ് എന്ന പേരുണ്ടാവും. ആ പേരുണ്ടാവും. അത് നബിതങ്ങളുടെ പേരായതുകൊണ്ട് ആ ഒരു സന്തോഷത്തിനും ബറക്കത്തിനും ഇടുക. ലോകത്ത് ഇന്ന് വരെ ഏറ്റവും കൂടുതൽ പേരുള്ളത് മുഹമ്മദ് എന്ന് ഇന്നും ആ റെക്കോർഡ് മറികടക്കാൻ ലോകത്ത് ആർക്കും സാധിച്ചിട്ടില്ല. അതൊക്കെ അവിടത്തോടുള്ള ഒരു മഹബത്തും സ്നേഹവും തന്നെയാണ്. ആ പേരെല്ലാവരും വെക്കും. ആലോചിച്ച് നോക്കൂ, എത്രങ്ങാനും പേരുണ്ട്. മുഹമ്മദ് അമീൻ, എല്ലാം തുടക്കത്തിൽ മുഹമ്മദ് ഉണ്ടാവും. അപ്പൊ ആദരമായ നബിയുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, അത് മാത്രമല്ല ലോകത്ത് എല്ലാം നിലക്കും. ബൈബിൾ കാണാതെ പഠിച്ച ഒരു മാർപ്പാപ്പ പോലും ഇന്ന് ലോകത്ത് കടന്നു വന്നിട്ടില്ല. ബൈബിൾ കാണാതെ പഠിച്ച ഒരാളെ കാണാൻ പറ്റൂല. പക്ഷെ ലോകത്ത് ഖുർആൻ മനഃപ്പാടമാക്കിയ 2 കോടി ഹാഫിളീങ്ങളുണ്ട്. 2 കോടിയിലേറെ ഹാഫിളീങ്ങളുണ്ട്. ആൻഡ്രോയിഡ് മൊബൈലുകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ആപ്പുകൾ, ഖുർആന്റെ ആപ്പുകളൊക്കെ പെട്ടെന്നാണ്ട് എന്താക്കി പിൻവലിച്ചു എന്ന് വെക്കുക. ഖുർആനൊക്കെ എടുത്തു കളഞ്ഞാലും, കോപ്പികൾ എടുത്തു കളഞ്ഞാലും മണിക്കൂറുകളെ കൊണ്ട് മനഃപ്പാടമുള്ള കോടിക്കണക്കിന് വരുന്ന ഹാഫിളീകളിൽ നിന്ന് വിശുദ്ധമായ ഖുർആൻ വീണ്ടെടുക്കാൻ നമുക്ക് സാധ്യമാണ്. അതാണ് വിശുദ്ധമായ ഖുർആന്റെ മുഅ്ജിസത്ത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ കച്ചവടം ചെയ്തു എന്ന ചരിത്രം, ആ ഒരു ചരിത്ര ക്രിസ്ത്യാനികൾക്ക് കിട്ടൂല. ഈസാ നബി അലൈഹി സ്വലാം എങ്ങനെ കുടുംബജീവിതം നയിച്ചു എന്ന ചരിത്രം ക്രിസ്ത്യാനികൾ കിട്ടൂല. കാരണം ഈസാ നബി അലൈഹി സ്വലാം കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ നബിതങ്ങൾ എങ്ങനെ കച്ചവടം ചെയ്തു, നബിതങ്ങൾ എങ്ങനെ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനം നടത്തി, എങ്ങനെ നായകത്വം വഹിച്ചു, എല്ലാം ലോകത്തിന്റെ ചരിത്രത്തിലുണ്ട്. ഗാന്ധിജി മരണപ്പെട്ടു പോയിട്ട് 100 കൊല്ലമായിട്ടുള്ളൂ. പക്ഷെ ഗാന്ധിജി എങ്ങനെ കടന്നുറങ്ങിയത്, എങ്ങനെയാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്, ഒന്നും ചരിത്രത്തിലില്ലല്ലോ. പക്ഷെ നബിതങ്ങൾ ഒട്ടകപ്പുറത്ത് കയറുകയാണെങ്കിൽ വാഹനപ്പുറത്ത് എങ്ങനെ കയറിയിരുന്നത്, അപ്പൊ നബിതങ്ങൾ എന്താ ചൊല്ലിയിരുന്നത്, എല്ലാം ചരിത്രത്തിലുണ്ട്. അതായത് നിർദ്ദേശങ്ങളുടെ കൂമ്പാരമാണ്. തന്റെ ഭാര്യയുമായി സംസർഗത്തിൽ ഏർപ്പെടുമ്പോ, തന്റെ ഇണയെ സമീപിക്കുമ്പോ വരെ അവിടെ നോക്കേണ്ടത് നബിതങ്ങളുടെ നിർദ്ദേശം ഇവിടെ എങ്ങനെ തുടങ്ങണമെന്നുള്ളതാണ്. എത്ര സുന്ദരമാണ്. നിങ്ങൾ മൃഗങ്ങളെ പോലെ നിങ്ങളെ ഭാര്യമാരെ പ്രാപിക്കരുത്. നിങ്ങൾ നിങ്ങളെ ഇണകൾ അരികിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ആദ്യമായി ദൂതനയക്കണം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് ദൂതർ? നബിതങ്ങൾ പറഞ്ഞു, അൽ കുബ്രത്തു, ചുംബനങ്ങളും ഫോർ പ്ലേകളും, അതാണ് ദൂതർ. മൃഗങ്ങളെ പോലെ ചില പുരുഷന്മാർ അവരുടെ വൈകാരികത തീർക്കാൻ മൃഗങ്ങളെ പോലെ തന്റെ ഇണകളെ മേൽ ചാടിക്കടന്ന് അവരുടേത് കഴിഞ്ഞാൽ അവർ തന്റെ ഇണയെ അസംതൃപ്തരാക്കുന്നു, നിരാശപ്പെടുത്തുന്നു. അത് ചെയ്യരുത്. മൃഗങ്ങളെ സ്വഭാവമാണ്. നിങ്ങൾ സെക്സൽ ഇന്റർകോഴ്സിന്റെ മുമ്പായി അവരെ ആസ്വദിപ്പിക്കണം, സന്തോഷിപ്പിക്കണം, ചുംബനങ്ങളെ കൊണ്ട് അവരെ വീർപ്പ് മുട്ടിക്കണം എന്ന് പോലും മുത്തുനബിതങ്ങൾ പറഞ്ഞുപോയി. അവിടെ നിന്ന് പറയാതെ പോയ എന്താണ് ലോകത്തുള്ളത്? എല്ലാത്തിനും അവിടുത്തെ നിർദ്ദേശങ്ങളുണ്ട്. ഏത് വിഷയത്തിനും നിങ്ങൾ ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ വലത്തെ ചെരുപ്പ് ആദ്യം ധരിക്കണം, വലത്തെ കാലിൽ ആദ്യം ധരിക്കണം. പെരെ കിടക്കുമ്പോൾ, വാതിലടക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. നിങ്ങൾ കിടന്നിറങ്ങുമ്പോൾ നിങ്ങൾ ലൈറ്റ് ഓഫാക്കണം, നിങ്ങൾ വിളക്ക് കെടുത്തണം. ഇതൊക്കെ ഹദീസിലുണ്ട്. വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ വരെ ഇന്ന് കത്തിച്ചാമ്പലാകുന്ന ഷോർട്ട് സർക്യൂട്ടാണ് കാരണം. എവിടെയെങ്കിലും ഓഫാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും താഴ്ത്തേണ്ടത് താഴ്ത്താനോ മറന്നിട്ടുണ്ടാകും. അതുപോലെ അവിടെ നിന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് പെട്ടെന്ന് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നബിതങ്ങൾ പറഞ്ഞു, വർഷത്തിലൊരു വബാവ് വരാനുണ്ട്, സാധ്യതയുണ്ട്. നിങ്ങളെ പാത്രങ്ങളൊക്കെ മൂടി വെക്കണം. ഇന്ന് മസ്തിഷ്ക ജ്വരം,
അമീബിക് പ്രത്യേകമായൊരു ജ്വരം ഇന്ന് പെട്ടെന്ന് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം പെട്ടെന്ന് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തിൽ വബ വരാറുണ്ട്. മുൻകരുതലുകൾ സ്വീകരിക്കണം നബിതങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നബിതങ്ങളെ പറ്റി ഫിലിപ്പ് കെഹിറ്റി പറഞ്ഞു, ഐ ഹാവ് സ്റ്റഡീഡ് ഹിം, ഐ ക്യാൻ സീ എനി ഹോൾ ഓർ ഗ്യാപ്പ് ഇൻ ദി ലൈഫ് ഓഫ് പ്രൊഫറ്റ്, ഹി ഷുഡ് ബി കോൾഡ് സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി. നബിതങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഗ്യാപ്പ് പോലും അവിടുന്ന് പറയാതെ പോയിട്ടില്ല. മുഴുവൻ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് സംഗതിയും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്ത് മാനവികതയുടെ രക്ഷകൻ എന്നാണ് ഞാൻ മുഹമ്മദിനെ വിളിക്കുന്നത് എന്ന് ഫിലിപ്പ് കെഹിറ്റി എന്ന ആൾ പോലും ക്രിസ്ത്യാനി പോലും പറയുകയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ ഇല്ലാത്ത ഒന്നുമില്ല. അപ്പൊ എവിടെയും നമ്മൾ നോക്കണം, നബിതങ്ങൾ ഒരു കല്യാണം വിട്ടു വെക്കുക അല്ലെങ്കിൽ നിക്കാഹ് വെക്കുക, നബിതങ്ങളുടെ നിർദ്ദേശം എങ്ങനെ ആവണം ചിന്തിക്കുക. നമ്മളൊക്കെ ഒഴിവാക്കി. നിക്കാഹിന് മുമ്പ് പുതിയാപ്പിളക്ക് രണ്ടരാക്കാത്ത സുന്നത്തുണ്ട്, അമ്മോഷന് രണ്ടരാക്കാത്ത സുന്നത്തുണ്ട്. അത് ഞമ്മക്കൊന്നില്ല. കല്യാണം കഴിച്ച ആദ്യ രാത്രിയിൽ മണിയറയിൽ ചെന്നാൽ രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പുതിയണ്ണിന് രണ്ടരാക്കാത്ത സുന്നത്ത് നിസ്കാരമുണ്ട്, പുതിയാപ്പിളക്ക് രണ്ടരാക്കാത്ത സുന്നത്ത് നിസ്കാരമുണ്ട്. തന്റെ ഇണയുടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ മണിയറ തുടങ്ങണം എന്ന് പോലും അവിടുന്ന് പഠിപ്പിച്ചു. വസ്ത്രം ധരിക്കുമ്പോൾ പ്രത്യേക ദിക്ർ സുന്നത്തുണ്ട്, മല കയറുമ്പോൾ സുന്നത്തുണ്ട്, മല ഇറങ്ങുമ്പോൾ ചെല്ലേണ്ട ദിക്റുണ്ട്, വീട്ടിൽ കയറുമ്പോൾ ചെല്ലേണ്ടതുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെല്ലേണ്ടതുണ്ട്. എല്ലാം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം അവിടുത്തെ നിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ നമ്മിൽ അത് ഇല്ലാതെയായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരം. ഒരു വാഹനത്തിൽ കയറുമ്പോൾ എന്തൊക്കെ ചെല്ലണം, എങ്ങനെയാണ് വാഹനത്തിൽ കയറേണ്ടത്, എങ്ങനെ ഇറങ്ങേണ്ടത്, എല്ലാം, ഒരു കുളി എങ്ങനെയായിരിക്കണം, നഖം വെട്ടൽ എങ്ങനെയായിരിക്കണം, എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ നബി തങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ വാക്കുകൾ ഒന്നുപോലും വിട്ടുപോയത് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. മുഴുവനും അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന്. എന്നാൽ ഇസ്രായേൽ പാവപ്പെട്ട ഫലസ്തീനികളെ കൊന്നൊടുക്കി അവരെ ഉന്മൂലനാശം നടത്താൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാലും ലോകത്ത് ഇസ്ലാമിന് വളർച്ചയാണ്. 2050 അല്ല 2030 ആകുമ്പോഴേക്ക് ലോകത്ത് ഏറ്റവും അധികം വളർന്നിരിക്കുന്ന മതം ഇസ്ലാമായിരിക്കുമെന്നാണ് ഇപ്പൊ കണക്ക് സൂചിപ്പിക്കുന്നത്. ഫ്രാൻസിലൊക്കെ 2% ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ 10% മാറി. അർജന്റീനയുടെ കളിക്കാരിൽ 29 പേരിൽ സ്റ്റാഫ് അടക്കം 13 പേര് മുസ്ലിമീങ്ങളാണെന്ന് പറയുമ്പോൾ, ലോകകപ്പ് അടിച്ച ഫ്രാൻസിന്റെ കളിക്കാരിൽ അർജന്റീന കളിക്കാർ 2 പേര് മുസ്ലിമീങ്ങളാണെന്ന് പറയുമ്പോൾ, ഫ്രാൻസിന്റെ സ്റ്റാഫ് കളിക്കാരിൽ 29-ൽ 13 മുസ്ലിമീങ്ങളെന്ന് പറയുമ്പോൾ, ഇവരൊക്കെ ഇസ്ലാമിലേക്ക് എങ്ങനെ കടന്നു വരുന്നു? ലോകത്ത് ഇസ്ലാമിന് വലിയ വളർച്ചയാണ്. കാരണം ആദരവായ നബിയുനാ സയ്യിദുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യുക്തിവാദികളും ഓറിയന്റലിസ്റ്റുകളും വളരെ മോശമായി ചിത്രീകരിക്കുമ്പോഴും നബിതങ്ങളെ യഥാർത്ഥ സുന്നത്ത് ലോകത്ത് പ്രചരിപ്പിക്കാൻ നമുക്ക് കഴിയണം. അവർക്ക് നമ്മൾ വടി കൊടുക്കരുത്. നബിതങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന ചില നവീനവാദികൾ നമ്മുടെ ഇടകളിലൊക്കെ ഉണ്ട്. നബിതങ്ങൾ ഒരു ദിവസം 100 അസ്തഗ്ഫിറുല്ലാഹ് പറയും. അപ്പൊ അവർ എഴുതി വെച്ചേക്കാൻ, ഒരു ദിവസം മുഹമ്മദ് നബി 100 പാപം ചെയ്തിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആര്? മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ. ഇതൊക്കെ ഓറിയന്റലിസ്റ്റുകൾക്ക് വടികൊടുക്കലാണ്, യുക്തിവാദികൾക്ക് വടികൊടുക്കലാണ്. നബിതങ്ങൾ സ്ത്രീലമ്പടനായിരുന്നു, യുദ്ധ കൊതിയനായിരുന്നു, വികാരജീവിയായിരുന്നു എന്നൊക്കെ ലജ്ജയില്ലാത്ത വിധം അവർ എഴുതി പിടിപ്പിക്കുമ്പോൾ, നബിതങ്ങൾ 100 വട്ടം ഇസ്തിഗ്ഫാർ നടത്തിയത് 100 പാപം ചെയ്തത് കൊണ്ടാണ് എന്നൊക്കെ എഴുതി പിടിപ്പിക്കുക. സാധാരണ മനുഷ്യനാണെന്ന് പറയാം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് വളരെ വലിയ ദുഃഖകരമാണ്. നബിതങ്ങൾ ജന്മം നടന്ന മാസത്തിൽ അവിടുത്തെ ചരിത്രങ്ങൾ കൂടുതൽ പറയണം. അതിന് മുൻ മാതൃകകളല്ല നോക്കേണ്ടത്. എല്ലാത്തിനും തെളിവല്ല വേണ്ടത്, വെളിവാണ് വേണ്ടത്. തെളിവുകളെ പിന്നാലെ പോകാതെ വെളിവുണ്ടെങ്കിൽ അവർക്ക് നബിതങ്ങളുടെ ഹുബ്ബ് വർദ്ധിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ വിട പറയുകയാണ്. ഹബീബായ നബിതങ്ങളെ പറ്റി നബിതങ്ങളെ വിമർശിക്കാൻ പഠിച്ച ആൾക്കാരുണ്ട്. നബിതങ്ങളെ കൂടുതൽ വിമർശിക്കാൻ വേണ്ടി പഠിച്ച ആളായിരുന്നു വില്യം ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി പാതിരി, ഫാദറായിരുന്നു. അദ്ദേഹം ബൈബിൾ മൊത്തം പരതിയിട്ട് ബൈബിളിൽ മുഹമ്മദിനെ പറ്റി പരാമർശങ്ങളില്ല, പ്രവചനങ്ങളില്ല എന്ന് കണ്ടെത്താൻ വേണ്ടി, വിമർശിക്കാൻ വേണ്ടി, കുറ്റം പറയാൻ വേണ്ടി ബൈബിൾ പൂർണ്ണമായി വായിക്കുകയാണ്. അദ്ദേഹത്തിന് ഗ്രീക്ക് ഭാഷ അറിയാം, സുറിയാനി ഭാഷ അറിയാം, അദ്ദേഹത്തിന് എല്ലാ ഭാഷകളും അറിയാം. ഈ വില്യം ബെഞ്ചമിൻ എന്ന് പറയുന്ന ഈ പാതിരി, ഈ ക്രിസ്ത്യൻ ഫാദർ ബൈബിൾ പഠിക്കുന്നതും വായിക്കുന്നതും പൂർണ്ണമായിട്ട് പഠിക്കുന്നത് നബിതങ്ങളെ വിമർശിക്കാൻ വേണ്ടിയാണ്. അവസാനം അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ അഹദ് അഹ്മദ് എന്ന് പറയുന്ന മുസ്ലിം പേര് സ്വീകരിച്ചുകൊണ്ട് പുസ്തകം എഴുതി മുഹമ്മദ് ഇൻ ബൈബിൾ. ബൈബിളിൽ പരാമർശിക്കപ്പെട്ട മുഹമ്മദ് എന്ന് 136 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകമാണ്. മലയാളത്തിലുമുണ്ട് ബൈബിളിലെ മുഹമ്മദ് ബൈബിളിൽ എന്ന പുസ്തകം. നബിതങ്ങളെ വിമർശിക്കാൻ പഠിച്ചതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം, വില്യം മർമഡുക്ക് പിക്താൾ ക്രിസ്ത്യൻ പാതിരിയായിരുന്നു, ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ച ഫാദറായിരുന്നു, എഴുത്തുകാരനാണ്, അധ്യാപകനാണ്, ചിന്തകനാണ്, രാഷ്ട്രീയ നേതാവായിരുന്നു. ആര്? മർമഡുക്ക് പിക്താൾ, വില്യം മർമഡുക്ക് പിക്താൾ. അദ്ദേഹം ഇസ്ലാമിന്റെ വിരോധിയായിരുന്നു.
പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ഒരിക്കൽ ഒരു വൃദ്ധനായ മനുഷ്യൻ വന്നൊരു ചെറുപ്പക്കാരനെ അടിക്കുന്നത് കണ്ടു. ചെറുപ്പക്കാരനായ ഒരു മുസ്ലിം യുവാവിനെ ഒരു വൃദ്ധൻ വന്ന് അടിച്ച് ചവിട്ടണത് കണ്ടു. വില്യം പിക്താൾ ചോദിച്ചു, വൈ നോട്ട് യു പ്രിവെന്റ് ഹിം? എന്തുകൊണ്ട് നീ അവനെ തടയുന്നില്ല? ചെറുപ്പക്കാരാ, ഇതല്ല ആരോഗ്യവാനാ, എന്തുകൊണ്ടാ വയസ്സനായ വൃദ്ധനായ അയാൾ നിന്നെ ചവിട്ടുമ്പോ നീ ക്ഷമിക്കുക? എന്തിനാ ക്ഷമിക്കണമെന്ന് തിരിച്ച് അടിച്ചൂടെ, പ്രതിരോധിച്ചുകൂടെ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ നേതാവ് എന്നെ പഠിപ്പിച്ചത് അസ്വബിർ നിസ്ഫുൽ ഈമാൻ, ക്ഷമിക്കണമെന്നാണ്. എന്തിനാ അയാൾ നിന്നെ അടിക്കുന്നത്? പിക്താൾ ചോദിച്ചു. പിക്താൾ ചോദിച്ചു. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ അയാളിൽ നിന്ന് കുറച്ച് ഡോളർ കടം വാങ്ങിയിരുന്നു. അത് ഡേറ്റ് ഒന്നും ആയിട്ടില്ല, പക്ഷെ അയാള് പെട്ടെന്ന് തരണമെന്ന് പറഞ്ഞ് എന്നെ ഇടങ്ങേറാക്കി അടിച്ചതാണ്. കടം കൊടുക്കാൻ പറ്റാത്തപ്പോ അയാൾ എന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തപ്പോ എന്നെ അടിക്കുകയാണ്. അപ്പൊ എന്നാ തിരിച്ചു അടിച്ചുകൂടെ അയാൾ? ഞാൻ തിരിച്ചടിക്കൂല, എന്നോട് ക്ഷമിക്കാനാണ് എന്റെ പ്രവാചകൻ പറഞ്ഞത്. വില്യം മർമഡ് പിക്താൽ പറഞ്ഞു, ഇത്രത്തോളം നിന്റെ ജീവിതത്തെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് സഹിക്കണമെന്ന് പറഞ്ഞ് മാറ്റം വരുത്താൻ നിന്റെ ആ ഒരു നേതാവിന് കഴിഞ്ഞുവെങ്കിൽ എനിക്ക് ആ നേതാവിനെ പറ്റി പഠിക്കണം. പഠിച്ചു. 1917 നവംബർ 29 അമേരിക്കയിൽ വലിയ പൊതുസമ്മേളനത്തിൽ വെച്ച് വില്യം മർമഡ് പിക്താൽ പറഞ്ഞു, ഇനി മുതൽ എന്റെ പേര് വില്യം മുഹമ്മദ് മർമഡ് പിക്താൽ. ഇസ്ലാമായി, മുസ്ലിമായി. അദ്ദേഹമാണ് പരിശുദ്ധ ഖുർആൻ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് കവിതയായിട്ട് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയത്. കാവ്യരൂപത്തിൽ വിശുദ്ധ ഖുർആൻ ആദ്യമായി പരിഭാഷപ്പെടുത്തിയത് ഈ വില്യം മർമഡ് പിക്താളാണ്. അദ്ദേഹത്തിന്റെ പേര് സ്വീകരിച്ച് വില്യം മുഹമ്മദ് പിക്താൽ എന്നുള്ളതാണ്. പേര് സ്വീകരിക്കാൻ കാരണം എന്താ? വൃദ്ധനായ ഒരു ക്രിസ്ത്യാനി ചെറുപ്പക്കാരനായ മുസ്ലിം യുവാവിനെ മർദ്ദിക്കുമ്പോൾ അവൻ ക്ഷമയോടെ, സഹിഷ്ണുതയോടെ, നല്ല നിലക്ക് അതിനെ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ്. ആ സ്വഭാവം കണ്ടുകൊണ്ട് പിക്താൾ മുസ്ലിമായി. അദ്ദേഹം വിശുദ്ധമായ ഖുർആനെ കാവ്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ അമൃതവാണി ഉണ്ടല്ലോ, രാഘവൻ നാരയുടെ IPH ഇസ്ലാമിക് പബ്ലിഷേഴ്സ് ഹൗസ് പുറത്തിറക്കിയ അമൃതവാണി പോലെ ഖുർആന്റെ ഒരു കാവ്യമായ ആവിഷ്കാരം. ഞാൻ പറഞ്ഞത് അവരെയൊക്കെ സ്വാധീനിച്ചത് എന്താ? ഒരിക്കൽ നബി തങ്ങളെ പറ്റി സ്വഹാബി സയ്യിദ് ഇബ്നു ദുസ്നാ പറയാൻ, സ്വഹാബി പറയാൻ, ഞങ്ങൾ നബിതങ്ങളും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ജൂതൻ വന്ന് പെട്ടെന്ന് ഒരു വലിയ ഷാള് കൊണ്ടുവന്ന് നബിതങ്ങളെ കൈത്ത് മുറുക്കി വലിച്ചു. നബിതങ്ങളെ വെളുത്ത് ചുവന്ന് സുന്ദരമായിരിക്കുന്ന അവിടത്തെ കൈത്ത് ആകെ ചുവന്ന് ചോര നിറഞ്ഞുപോയി, ചോര കളറായി. പെട്ടെന്നൊരു ജൂതൻ വന്ന് നബിതങ്ങളെ കൈത്തിന് മുണ്ടിട്ട് വലിക്കാൻ. എങ്ങനെ ഉണ്ടാവും? കൊല്ലാൻ വേണ്ടി ചെയ്യണ മാതിരി. ഇത് ഉമർത്തങ്ങൾ കണ്ടപ്പോ ഉമർത്തങ്ങൾ വേഗം വാളെടുത്ത് ആ ജൂതനെ കൊല്ലാൻ നോക്കുകയാണ്. നബിതങ്ങൾ പറഞ്ഞു, എന്താ പ്രശ്നം പറ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ തന്ന പൈസ ഇവിടെ മുഹമ്മദ്. നബിതങ്ങൾ കുറച്ച് പൈസ കടം വാങ്ങിയിട്ടുണ്ട്. പൈസ കടം വാങ്ങിയിട്ട് ആ ജൂതനോട് ചോദിച്ചു വന്നതാ. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ഡേറ്റ് ആയിട്ടില്ലല്ലോ. ഡേറ്റ് ആയില്ലെങ്കിലും മേൻ തരണ്ടേ എന്ന് പറഞ്ഞ് ചൂടാവുകയാണ്. ഉമർത്തങ്ങൾ പറഞ്ഞു, നബിയെ ഞാൻ അയാളെ കൊല്ലട്ടെ, അങ്ങയെ ഇത്ര അപമര്യാദയായി പെരുമാറിയവൻ ഞാൻ കൊല്ലട്ടെ. ഞാൻ അവന്റെ പെരടി കൊല്ലട്ടെ, അവന്റെ കൈത്ത് വെട്ടട്ടെ. നബിതങ്ങൾ പറഞ്ഞു, വേണ്ട ഉമറെ, നമ്മൾ നല്ലവർക്ക് പെരുമാറാനല്ല ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചത്. നമ്മൾ അയക്കപ്പെട്ടത് സഹനം കൊണ്ടാണ്. അതുകൊണ്ട് നീ അവരെ ഭീഷണിപ്പെടുത്തിയില്ലേ, ഞാൻ അവന് കൊടുക്കാനുള്ള കടത്തിലാണ് അതിന് ഇരട്ടിയായിട്ട് ഒരു 20 ദിർഹം എക്സ്ട്രാ അവനെ നീ വേദനിപ്പിച്ചതിന് പകരമായിട്ട് സന്തോഷമായിട്ട് വേറെ കൊടുക്കുക. ചിന്തിക്കണം നിങ്ങൾ. നബിതങ്ങളെ കൈത്തിൽ മുണ്ടിട്ട് വലിച്ച് വേദനിപ്പിച്ച ജൂതന് നബിതങ്ങൾ എത്രയാണ് കൊടുക്കാൻ? ഡേറ്റ് ആയിട്ടില്ല. എന്നാൽ നബിതങ്ങൾ പറഞ്ഞു, എന്നാലും ഞാൻ തരാനുള്ള കാശ് കൊടുക്കുന്നതിന് പുറമെ 20 ദിനാർ എക്സ്ട്രാ. എന്തിന്? ഉമർത്തങ്ങൾ അയാളെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഒരു മാനസിക വിഷമം ഉണ്ടായല്ലോ, അതിന് പരിഹാരമായിട്ട്, പ്രായശ്ചിത്തമായിട്ട് സന്തോഷിപ്പിക്കാൻ. ഉടനെയാ നബിതങ്ങളെ കൈത്തിൽ മുണ്ടിട്ട് വലിച്ച ആ ജൂതൻ പറയുന്നുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നബിയേ, ഞാൻ അങ്ങയെ പരീക്ഷിക്കാൻ വന്നതാണ്. യഥാർത്ഥ നബിയാണെങ്കിൽ സഹനവും സഹിഷ്ണുതയും ക്ഷമയും സ്വഭാവ മഹിമയും ഉണ്ടാകും. ഞാൻ പൂർവ്വവേദങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, ഇനി വരാൻ പോകുന്ന ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ നല്ല മനുഷ്യനാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെയാണോ എന്ന് പരീക്ഷിക്കാൻ ഞാൻ മനഃപൂർവ്വം കൈത്തിൽ മുണ്ടിട്ട് വലിച്ചതാണ്. എനിക്ക് ബോധ്യപ്പെട്ടു അങ്ങ് യഥാർത്ഥ പ്രവാചകനാണെന്ന്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാമിക്ക് വരികയാണ്. അതേ ചരിത്രമാണ് വില്യം മർമഡ് പിക്താളിലും ആവർത്തിക്കപ്പെടുന്നത്. അവിടത്തെയൊക്കെ അനുയായികളാണ് നമ്മളെങ്കിൽ നമ്മളും സ്ഥിര സുന്നത്തും എവിടെയാണ് കിടക്കുന്നത്? ഹബീബായ മുത്തനബി തങ്ങളുടെ സുന്നത്ത് ഇന്ന് സുപ്രീം കോടതി പോലും നിരീക്ഷിച്ചു. വർദ്ധിച്ചു വരുന്ന ലഹരി പദാർത്ഥങ്ങൾ, വർദ്ധിച്ചു വരുന്ന അതിപ്രസരം, എന്തിന്റെ ലഹരിയുടെ നിയന്ത്രിക്കാൻ ഗവൺമെന്റുകൾക്ക് സാധിക്കുന്നില്ല. ഗവൺമെന്റിന് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ട്, ചെറുപ്പക്കാരുടെ ലഹരി ഉപയോഗം സാധിക്കണില്ല. അവസാനം ആധികാരിക പരമോന്നത നീതിപീഠം പോലും പറയാണ്, ഇനി ആത്മീയ സനാതന മൂല്യങ്ങളിലേക്ക് മടങ്ങലേ മാർഗമുള്ളൂ. ആര്? സുപ്രീം കോടതി. ചെറുപ്പക്കാരിൽ നന്മ വളരാനും ധാർമ്മികതയുണ്ടാകാനും തിന്മകളോട് വെറുപ്പുണ്ടാകാനും സനാതന മൂല്യങ്ങളിലേക്കും ആത്മീയതയിലേക്കും മടങ്ങണം. ആര്? സുപ്രീം കോടതി.
അതല്ലേ ഇന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന്റെ പ്രസക്തി എവിടെയാണ്? കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു, അധ്യാപകർ വടി ഒഴിവാക്കണം. ശരിയാണ്, വടി ഒഴിവാക്കണം. പക്ഷെ ഇന്നത്തെ പ്രശ്നം അതാണ്, വടി ഒഴിവാക്കിയതാണ്. തന്റെ പ്രിയപ്പെട്ട കുട്ടി അടിച്ചതിന്റെ പേരിൽ അമേരിക്കയിൽ 5 കൊല്ലം ജയിലിൽ അടക്കപ്പെട്ട ഒരു പിതാവുണ്ട്, മുസ്ലിം പിതാവാണ്. ഇന്നങ്ങനെ കുട്ടികൾ അടിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, 2 അടി ഒഴിവാകണമെങ്കിൽ 2 അടി കിട്ടിയേ പറ്റൂ. നാട്ടുകാരടിയും പോലീസിന്റെ അടിയും അത് ഒഴിവാകണമെങ്കിൽ സ്വന്തം രക്ഷിതാക്കളടിയും അതുപോലെ തന്നെ അധ്യാപകനടിയും കിട്ടിയേ പറ്റൂ. നിസ്കരിക്കാത്തതിന്റെ പേരിൽ 10 വയസ്സലവനെ അടിക്കണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടപ്പെട്ട കുട്ടികളെ ശിക്ഷണത്തിന് വേണ്ടി ശിക്ഷ വേറെ, ശിക്ഷണം വേറെ, ശിക്ഷണം വേറെ, ശിക്ഷ വേറെ. നമ്മുടെ കുട്ടികൾക്ക് എന്തിനാ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്? അവർ രോഗം മാറാൻ വേണ്ടി സൂചി കുത്തുമ്പോൾ ചെറിയൊരു വേദന ഉണ്ടാകും, അത് വേദനിപ്പിക്കലല്ല. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു നടുവിന് ചിലപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യും, ചിലപ്പോൾ കീറും, അത് വേദനിപ്പിക്കലല്ല, മറിച്ച് അത് സുഖം കിട്ടാൻ വേണ്ടിയുള്ള ശിക്ഷണമാണ്. ശക്തമായ രോഗം മാറാൻ വേണ്ടി ചിലപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യും. ഇതുപോലെ കുട്ടിയോട് സ്നേഹം കൊണ്ടുള്ള വാത്സല്യം കൊണ്ടുള്ള അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുട്ടിയെ സാന്ത്വനിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യണം. ആ മൂല്യങ്ങൾ ഇതില്ലാതെയായി. അതുകൊണ്ട് തന്നെ അധ്യാപകൻ അടിച്ചതിന്റെ പേരിൽ പോക്സോ കേസെടുത്ത് മാസങ്ങളോളം ജയിലടക്കപ്പെട്ട അധ്യാപകരുടെ കഥകൾ നിത്യം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ശിക്ഷണം കുട്ടികൾക്ക് കിട്ടണില്ല. ഉമ്മക്ക് അടിക്കാൻ പറ്റൂല, വാപ്പക്ക് അടിക്കാൻ പറ്റൂല, അധ്യാപകർക്ക് അടിക്കാൻ പറ്റൂല, തോന്നിയ പോലെ ജീവിക്കാം. ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയപ്പോൾ ധാർമ്മികപരമായി നമ്മുടെ സമുദായം തകർന്നു തരിപ്പണമായി. അവസാനം സുപ്രീം കോടതി പറയാണ്, ആത്മീയതയിലേക്കും സനാതന മൂല്യങ്ങളിലേക്കും മടങ്ങല്ലാതെ വേറെ നിർവാഹമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു ഉപകാരമില്ലാതെ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് ഉദാഹരണം പറയാൻ, എന്ത് നന്മയാണ് അതിൽ ലോകത്തെ പഠിപ്പിക്കുന്നത്? ബിഗ് ബോസ് കുട്ടികളും ചെറുപ്പക്കാരും പെണ്ണുങ്ങളൊക്കെ ചിലപ്പോൾ ഇതിന് അടിമയാണ്. വൃത്തികേടുകൾ, പരിധി വിട്ട ആൺ പെൺ സമ്പർക്കങ്ങൾ, അശ്ലീലതകൾ പറയാ, വെറും അശ്ലീലതകളും ആഭാസങ്ങളും മാത്രം നിറഞ്ഞത് സംപ്രേഷണം. ഇതൊക്കെയാണ് സാംസ്കാരിക നായകന്മാരെന്ന് പറയപ്പെടുന്നവർ നേതൃത്വം കൊടുക്കുന്ന പരിപാടികൾ. എന്താണ് ഈ സമൂഹത്തിന് കിട്ടുന്നത്? അതിന് ലെസ്ബിയൻ സെക്സ് ചെയ്യുന്ന സ്വവർഗരതികൾ നടത്തി ആസ്വദിക്കുന്ന അവരെ ലോകത്ത് വലിയ താരങ്ങളായി കാണുക. നമ്മുടെ കേരളം വൈഫ് സ്വൈപ്പിങ്ങിന് പേര് കേട്ട നാടായി മാറിയില്ലയോ? 10,000 ആൾക്കാരാ വാട്സപ്പ് ഗ്രൂപ്പില് ഭാര്യമാരെ വെച്ച് കൈമാറുക. എന്റെ ഭാര്യനെ ഇയ്യ്, എന്റെ ഭാര്യനെ ഞാൻ, 4 ദിവസം. എന്നിട്ട് അതിന് വാട്സപ്പ് ഗ്രൂപ്പ് കേരള പോലീസ് അതിന് നിരീക്ഷിച്ചു. അവർ പ്രതികളെ പിടികൂടി. കേസ് ആകെ ഒരാൾക്കെതിരെ കേസ്, കാരണം അവർക്കേ പരാതിയുള്ളൂ, വേറെ ആർക്കും പരാതിയില്ല. 10,000 ആൾക്കാർ ഒരാൾക്ക് മാത്രമേ കേസുള്ളൂ. കാരണം ആ പെണ്ണിന് പരാതി ഉണ്ട്, ആ പുതിയാപ്പളിന്റെ ഭാര്യ പരാതിപ്പെട്ടു, വേറെ പരാതി ഇല്ല. നോർമലി എന്തായാലും കുഴപ്പമെന്നാ, നിന്റെ ഭാര്യ എന്റെ അടുത്ത് 2 ദിവസം, എന്റെ ഭാര്യ എന്റെ അടുത്ത്, ഭാര്യ വൈഫ് സ്വൈപ്പിംഗ് കേരളത്തിൽ നടന്നതല്ലേ. ഇതാണ് ഒരു ഭ്രാന്താലയമായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, ഒരിക്കലും തന്നെ മനുഷ്യനെ നന്നാക്കാൻ ആത്മീയതക്കല്ലാതെ മതത്തിനല്ലാതെ സാധ്യമല്ല. ലിബറൽ ചിന്താഗതി കൊണ്ട് നമ്മുടെ സമൂഹം തരിപ്പണമായ കേരളത്തിൽ അറിയപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ യുവജന സംഘടന ഒരു കവാടം കൊടുത്തത് യോനിയുടെ കവാടമാണ്. എന്ത് വൃത്തികേടാണ്! കേരളത്തിലെ അറിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന സ്റ്റേജിന്റെ കവാടം ഒരു യോനിയുടെ രൂപം. എന്ത് വൃത്തികേടാണ്! ഇതൊന്നും പ്രശ്നമല്ല. ഇതെല്ലാം നോർമവൽക്കരിക്കപ്പെടണം, ഇതെല്ലാം സാമാന്യവൽക്കരിക്കപ്പെടണം. ഈ ലോകത്തേക്കാ പോകേണ്ടത്. ഒരൊറ്റ പരിഹാരം, എവിടെയാണ്? സുപ്രീം കോടതി നിരീക്ഷണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മടങ്ങേണ്ടത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിലേക്ക് തന്നെയാണ്. ഏറ്റവും മോശപ്പെട്ട ആൾക്കാരെ എങ്ങനെ നബി തങ്ങൾ 23 വർഷങ്ങളെ കൊണ്ട് തങ്കക്കുടങ്ങളാക്കി മാറ്റിയെടുത്തു? എന്തായിരുന്നു ആ മെത്തഡോളജി? എന്തായിരുന്നു ആ രീതിശാസ്ത്രം? നമ്മുടെ മക്കളെ നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയണം. കാരണം നമുക്കറിയാം, ഇന്ന് ഫലസ്തീനിന്റെ മക്കൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. 10-60 മുസ്ലിം രാജ്യങ്ങൾ തകർന്ന് ചിന്തിക്കുക. ഒരു വാട്സപ്പിലോ മറ്റൊരു ചെറിയൊരു ഫോട്ടോ കണ്ടപ്പോൾ ഹൃദയഭേദകമായി, എന്നാൽ ചിന്തോദ്ദീപകവുമായി. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ തന്റെ ഓട്ടോറിക്ഷയുടെ ബാക്ക് എഴുതി വെച്ചിരിക്കാൻ, ഒരിക്കലും ഫോണടിക്കരുത്. കാരണം 60 മുസ്ലിം രാജ്യങ്ങൾ നിശബ്ദതയിലാണ്, അവരെ ഉറക്കം കെടുത്തരുത് എന്ന്. എത്ര കൃത്യമാണത്! എന്റെ ബാക്കിൽ വന്ന് നിങ്ങൾ ഓണടിക്കരുത്. കാരണം 60 മുസ്ലിം രാജ്യങ്ങൾ ഉറക്കത്തിലാണ്, അവരെ ഉണർത്തരുത് എന്ന്. നിങ്ങൾ ചിന്തിക്കൂ, ഏറ്റവും വലിയ ആർഭാടങ്ങളിൽ സുഖിച്ച് രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും തൊട്ടപ്പുറത്തെ പാവപ്പെട്ട ഫലസ്തീനികൾ ഒരൊറ്റ എണ്ണം പോലും ബാക്കിയില്ലാത്ത വിധം, പേപ്പട്ടികളെ തല്ലിക്കൊല്ലും വിധം ഛിന്ന ഭിന്നമാകുന്ന പിഞ്ചു പൈതങ്ങളെ ശരീരകഷ്ണങ്ങൾ, ഇതാണ് ഇന്ന് ഫലസ്തീനിലുള്ളത്. ഈ സമയത്തും അള്ളാഹു തആല ആ നശിപ്പിക്കാൻ വരുന്നവരെ പരാജയപ്പെടുത്തും, അള്ളാഹു ദുർബലപ്പെടുത്തുമാറാവട്ടെ. അത് മറ്റൊരു വിഷയം. പക്ഷെ ഞാൻ പറയുന്നു, ഇസ്ലാമിന് അജയ്യത തന്നെ ഉണ്ടാകും. അല്ലാഹു മുതിമ്മു നൂരി വലൗ കരിഹൽ മുശ്രികൂൻ. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇസ്ലാം അടിക്കടി ഉയർന്നു വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതന്നെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി.
ഹബീബായ നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാം നൂറ്റാണ്ടിൽ ഗ്രാമീണ അറബികളിലേക്ക് വന്ന ഈത്തപ്പന മട്ടലുകളെ കൊണ്ട് മേഞ്ഞ ചെറ്റക്കുടിലിൽ താമസിച്ച ലോകത്തിന്റെ നേതാവിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ഇന്നത്തെ ഈ മിസൈൽ യുഗത്തിൽ, ഈ ഇന്നത്തെ IT AI യുഗത്തിൽ ലോകം വാരിപ്പുണരുന്നത്. എത്രമാത്രം അത്ഭുതമാണ്! 6-ാം നൂറ്റാണ്ടിലെ ഗ്രാമീണരിലേക്ക് വന്ന മുത്തുനബി തങ്ങളുടെ തിരുചര്യകളെ AI ലോകത്തെ ഇന്നത്തെ സമൂഹം ഇന്ന് വാരിപ്പുണർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതുകൊണ്ടേ പരിഹാരമുള്ളൂ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വലിൽ വിവിധങ്ങളായ പരിപാടികൾ എല്ലാ നാടുകളിലും നടത്തപ്പെടുകയുണ്ടായി. നബി തങ്ങളെ സമൂഹത്തിന് പരിചയപ്പെടുത്തണം. ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത് 9-ാമത്തെ വയസ്സിലാണ്. ബാല്യവിവാഹം നടത്തുന്നു പറഞ്ഞപ്പോ ആ പഴയ കാലത്തുണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥകൾ സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തു. കേരളത്തിൽ നല്ല ലോകത്തുള്ള എത്രയോ വൻ നേതാക്കന്മാര് 5ഉം 8ഉം 9ഉം വയസ്സുള്ള പെണ്ണുങ്ങളെ ഭാര്യമാരായി സ്വീകരിച്ചത് മുഴുവൻ പറഞ്ഞു കൊടുത്തു. സമുദായത്തിന് ബോധ്യപ്പെട്ടു. അതിനൊക്കെ ബോധ്യപ്പെടണമെങ്കിൽ നബിദിന സെമിനാറുകൾ വരണം. അതിന് ബോധ്യപ്പെടണമെങ്കിൽ നബിദിന പ്രമേയ പ്രഭാഷണങ്ങൾ വരണം. അതിന് മുൻമാതൃകൾ അന്വേഷിച്ച് നടക്കാറല്ല. അതാ നമ്മൾ തെളിവുകൾക്ക് പിന്നാലെ പോകാതെ വെളിവുകൾ ഉണ്ടാക്കാൻ നോക്കുക. ഇപ്പോഴല്ലെങ്കിൽ പറയാൻ കിട്ടിയ സന്ദർഭത്തിലെങ്കിലും നമ്മൾ പറയണ്ടേ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ. ഹബീബായ നമ്മുടെ നേതാവ് അവിടുത്തെ വിമർശിക്കുമ്പോൾ നമ്മൾ പ്രതിരോധിക്കണം. ഇവിടുത്തെ സയനിസ്റ്റുകളും ഇവിടുത്തെ യുക്തിവാദികളും നബിതങ്ങളെ കുറ്റം പറയുമ്പോൾ നമ്മൾ പ്രതിരോധിക്കണം. എന്തായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന്? നബിതങ്ങളെ പറ്റി പഠിച്ചവരൊക്കെയും നബിതങ്ങളിലേക്ക് വിനയവിനീതരായി കടന്നു വന്നു. അത് ഞാൻ ഡേവിഡ് ബെഞ്ചമിന്റെ ഉദാഹരണം പറഞ്ഞത്, മറമിടുക്ക് പിക്താളിന്റെ ഉദാഹരണം പറഞ്ഞത്. കാരണം എവിടെയും ഹബീബായ മുത്തുനബിതങ്ങൾ ഒരു ചെറിയ വൈകല്യം പോലും കാണാൻ ലോകത്തിന് സാധ്യമല്ല. ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഗതികത്തിനെ സ്വാധീനിച്ചിരുന്ന E=mc² എന്ന വിസ്ഫോടനാത്മക സിദ്ധാന്ത സ്ഥാപനത്തിലൂടെ മനുഷ്യന്റെ നിലവിലിരുന്ന ശാസ്ത്ര സങ്കല്പങ്ങളെ തന്നെ കീഴ്മേൽ മറിച്ച ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും ചരിത്രങ്ങൾ പരിശോധിച്ചാൽ പുകമറകൾക്ക് 60 കുടുംബ ജീവിതം നയിച്ചവരായിരുന്നു ലോകത്തിന് ബോധ്യപ്പെടും. എബ്രഹാം ലിങ്കൻ ആണെങ്കിലും മറ്റു ലോകത്തെ ഏത് നേതാക്കന്മാരാണെങ്കിലും ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ ഉണ്ടാകും. പക്ഷേ ഹബീബായ തിരു മുസ്തഫ നബി തങ്ങളുടെ ഭാര്യമാരാ പറയുന്നത് വകാന ഖുലുഖുൽ ഖുർആൻ. എത്രമാത്രം അവിടുത്തെ ഭാര്യമാര്! നിങ്ങൾ ചിന്തിക്കണം. നബി തങ്ങൾക്ക് മരിക്കുമ്പോൾ 9 ഭാര്യമാരുണ്ട്. വഫാത്താകാൻ നേരത്തെ പറഞ്ഞത് പെണ്ണുങ്ങളെ, ഞാൻ മരിക്കാൻ പോവാൻ ഭാര്യമാരോട് പറയാം, ഞാൻ മരിച്ചാൽ നിങ്ങളിൽ നിന്ന് ആദ്യമായി എന്നിലേക്ക് നിങ്ങൾ ചേരുന്നത്, നിങ്ങളിൽ നിന്ന് ആദ്യമായി മരണപ്പെട്ട് ഇന്നിലേക്ക് പരലോകത്തേക്ക് വരുന്നത് അതുവരുക്കുന്നയതാ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നീണ്ട കൈയുള്ളത് ആരാണോ അവരാ ഇന്നിലേക്ക് ആദ്യം എത്തുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. എന്താണ് ആ വാക്ക്? ചക്കളത്തിമാരുണ്ടാവും, അടിപിടി കൂടുന്ന ലോകാണ്. നബിതങ്ങൾ വഫാത്താവും പറയാ ഭാര്യമാരോട്, 9 ഭാര്യമാരുണ്ട്, ഞാൻ മരിക്കുകയാണ്, വഫാത്താണ്, എന്റെ കബറിന്റെ അടുത്തേക്ക് ഞാൻ പരലോകത്തേക്ക് പോവാണ്. നിന്റെ അടുത്തേക്ക് ആദ്യം വരുന്നത്, മരിച്ചിട്ട് പരലോകത്തേക്ക് ആദ്യം വരുന്നത് നിങ്ങളെ കൂട്ടത്തിൽ ആരാറിയോ? നിങ്ങളെ കൂട്ടത്തിൽ നീണ്ട കൈ ആർക്കാ? ഓലാണ്. ആർക്കാണ് നീണ്ട കൈ? വലിയ കൈ ആർക്കാ? ഓലാണ്. അപ്പോഴേക്ക് ആ താല്പര്യങ്ങൾ ഓരോരുത്തരും മറുക്കാണ്ട് മാറ്റി ഇങ്ങനെ നോക്കുക, ആരെ കയ്യാ നീണ്ടത്? ആയിഷാന്റെ കൈയാണോ സൈനബിന്റെ കൈയാണോ? ആരെ കയ്യാ? ഇങ്ങനെ നോക്കുകയാണ്. മനസ്സിലാണില്ല. ആദ്യം മരിച്ചതാരാ? ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ. അപ്പൊ നബിതങ്ങൾ നീണ്ട കൈ എന്നുള്ള ഉദ്ദേശം എന്താ അറിയോ? ഈ വലുപ്പല്ല, നല്ല കുടുതി, ദാനധർമ്മം എല്ലാവർക്കും നന്നായി കൊടുത്തിട്ട് നീണ്ട കൈ. ഏതാ ഉദ്ദേശിച്ചത്? അതാണ് നബിതങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഏറ്റവും ധർമ്മിഷ്ഠാരാണോ, ഏറ്റവും ദാനധർമ്മം ചെയ്യുന്നവരാരാണോ അവരാ നിന്നിലേക്ക് മടങ്ങുന്നത്. അതാണ് നബിതങ്ങൾ പറഞ്ഞത്. സൈനബാണ് റളിയല്ലാഹു അൻഹ ആദ്യം മടങ്ങുന്നത്. അവർക്ക് പൂതി വേ മരിച്ചല്ലാൻ ഇങ്ങനെ ഒരു ഭർത്താവിനെ സ്നേഹിക്കുക. എന്നാൽ ലോകത്ത് എത്ര ആൾക്കാർ, ഒന്ന് സിനിമാ ഫീൽഡിലേക്ക് നോക്കൂ, ഏത് വലിയ ഫീൽഡിലേക്ക് നോക്കൂ, ഏതാവട്ടെ, ഒക്കെ ഭാര്യമാര് വിഷമവും പ്രയാസവുമായി കോടതിയിൽ കയറുന്നു, ഭാര്യമാർ ഒഴിവാക്കുന്നു, വേറെ കല്യാണം കഴിക്കുന്നു. നബിതങ്ങളെ പറ്റി ഏതാർക്കാണ് എന്ത് പരാതിയാണുള്ളത്? വകാന ഖുലുഖുൽ ഖുർആൻ. അതുകൊണ്ട് ലോകം ഹബീബിലേക്ക് മടങ്ങട്ടെ. എന്തിനും നമുക്ക് പരിഹാരം ഇവിടെയുണ്ട്. ഏത് വിഷമങ്ങൾക്കും മദീനയിലാണ് പരിഹാരം. കാരണം നബിതങ്ങൾ പഠിപ്പിച്ചു, പാമ്പതിന്റെ മാളത്തിലേക്ക് ചുരുങ്ങുന്ന പോലെ ഇന്നൽ ഈമാൻ ഇലൽ മദീന, ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് സംഗതിയിലും മദീനയെ നമ്മൾ ഓർക്കുക. ഹബീബിനെ വിഷമിപ്പിക്കരുത്. നമ്മൾ പരസ്പരം കലഹിച്ചാൽ, പരസ്പരം നമ്മൾ പിണങ്ങി നിന്നാൽ, ശത്രുത വെച്ചാൽ ഹബീബിനത് വേദനിക്കും. ഉറപ്പല്ലേ? ഞാൻ എൻ്റെ പെങ്ങളെ വല്ലാതെ ഇടങ്ങേറാക്കി പെങ്ങളോട് തെറ്റിക്കുകയാണെങ്കിൽ എൻ്റെ ഉമ്മക്ക് എത്ര സങ്കടം ഉണ്ടാവും. എൻ്റെ ഉമ്മ പറയും, ഇജ്ജ് ഓരോടൊന്നും മുണ്ടടാ, ഇനി അവളോടൊന്നും മുണ്ട്, നിങ്ങൾ പിണങ്ങി നിൽക്കല്ലേ. ഞാനുണ്ട് അനിയനും തെറ്റിയാൽ എൻ്റെ വാപ്പാക്ക് എത്ര വിഷമം ഉണ്ടാവും. ഞാനുണ്ട് അനിയൻ ഉണ്ടാകുന്ന വാപ്പ അറിയില്ല, നിങ്ങളൊന്ന് നന്നായി കുട്ടികളെ, എൻ്റെ മക്കൾ തമ്മിലെടുക്കണം, എനിക്ക് ഇഷ്ടമല്ല എന്നല്ലേ പറയാ. അതുകൊണ്ട് പിണങ്ങുന്നവരും വഴക്കുണ്ടാക്കുന്നവരും ശത്രുത കാണിക്കുന്നവരും
സംഘടനയുടെ മറ്റോ പേര് തെറിയാഭിഷേകം നടത്തുന്നവർ ചിന്തിക്കുന്ന നബിതങ്ങൾ അറിയിക്കുക, നമ്മുടെ പേരിൽ മുത്തുനബി വേദനിക്കരുത്, നാളെ മഹശ്റയിൽ ഹബീബ് വിഷമിക്കരുത്. അതുകൊണ്ട് സ്നേഹവും ഹബീബിന്റെ പേരിൽ സ്നേഹവും ഒക്കെ ഹബീബ് ഒക്കെ മുത്തുനബി തങ്ങളെ ചിന്തിക്കുക. ഹബീബിനെ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാരാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങളെ തൃപ്തിപ്പെടുത്തുക. അങ്ങനെയാണ് നബിതങ്ങൾ പഠിപ്പിച്ചത്. നമ്മൾ സ്വർഗത്തിൽ നബിതങ്ങൾ പറഞ്ഞില്ലേ, സ്വർഗത്ത് കടന്നാൽ പോലും നബിതങ്ങൾ അവിടെ സുഖിക്കൂല, അവിടെ ഇരിക്കൂല. എല്ലാ നബിമാർക്കും സ്വർഗത്തിലെ കസേരകളുണ്ട്. എല്ലാ നബിമാരും അവരെ കസേരകളിരിക്കും. എല്ലാ നബിമാരും അവരെ കസേരകൾ സുഖിക്കുമ്പോ എനിക്ക് പടച്ച തമ്പുരാൻ നീട്ടി തന്ന കസേരയിൽ ഒരു സെക്കൻഡ് പോലും ഞാൻ ഇരിക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചാൽ എന്തേ നബിയങ്ങള്, ബാക്കി എല്ലാ നബിമാരും അവർക്കുള്ള ഇരിപ്പിടങ്ങളിൽ അവർക്കുള്ള സിംഹാസനങ്ങൾ സുഖിക്കുമ്പോ എന്തേ നിങ്ങൾ ഇരിക്കാത്തത്? അപ്പൊ എന്താ പറഞ്ഞത്? എന്റെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ നരകത്തിൽ ഉണ്ടാകുമ്പോ, നരകത്തിൽ കത്തുമ്പോ എങ്ങനെ ഞാൻ ഇരിക്കാനാണ്? അവസാനത്തെ ഈമാനൊരു കണിയുള്ള അവസാനത്തവനെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഞാൻ എന്റെ ഇരിപ്പിടത്തിൽ പോയി ഇരിക്കൂ എന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മള് കുടുംബസമേതം ഫ്ലൈറ്റിക്കാണ്ട് കയറിയാൽ കുട്ടികളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, നമ്മളെ സീറ്റിൽ പോയിരിക്കുവോ? ട്രെയിൻക്കാണ്ട് കയറി നമ്മൾ മംഗലാപുരത്തേക്കോ ബോംബെയൊക്കെ പോകാൻ ഉദാഹരണം, ട്രെയിൻക്കാണ്ട് കയറിയാല് നമ്മളെ കൂടെ കുട്ടികളുണ്ട്, പേരക്കുട്ടികളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, ഉമ്മണ്ട്, വാപ്പുണ്ട്. നമ്മള് കുടുംബനാഥനാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ സീറ്റ് ഏതാ? നമ്മളെ സീറ്റ് 56, അവിടെ പോയി ഇരിക്കല്ല ചെയ്യാ. ഭാര്യക്ക് ഓളെ സീറ്റ് കൊണ്ടുപോയിരുത്തും, മക്കൾ അവരെ സീറ്റ് കൊണ്ടുപോയിരുത്തും, ചെറിയ കുട്ടികളെ മുകളിലെ സീറ്റിൽ പോയി കടത്തും. എല്ലാ ഇരിപ്പിടൊക്കെ സെറ്റായിട്ട് അവസാനം നമ്മുടെ സീറ്റിൽ ഒന്ന് കൊടുക്കയിച്ച് അവിടെ ഇരിക്കുള്ളൂ. ഇങ്ങനെയാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഹബീബിന്റെ ചര്യകളെ വീട്ടിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ വിവാഹങ്ങളിലും മറ്റുമൊക്കെ സുന്നത്തുകളെ കൊണ്ടുവരിക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.